സുചേട്ടാ നമസ്കാരം. നമസ്കാരം. നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചിരിക്കുകയാണ്. ഇസ്രായേൽ ഇറാനിലേക്ക് ആക്രമണം നടത്തിയിരിക്കുകയാണ്. 20 വർഷത്തിനിടെ ആദ്യമായിട്ടാണ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ഇസ്രായേൽ ആക്രമിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വലിയൊരു യുദ്ധത്തിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോ ഇറാനിലെ മരണസംഖ്യ ഉയരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ടെഹ്റാനിലാണ് ആക്രമണം നടത്തിയത്. സൈനിക കേന്ദ്രങ്ങളിലും ആണവ നിലയങ്ങളിലുമാണ് അവർ ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതിനെ തുടർന്ന് ഇറാന്റെ ഗാർഡ് സൈനിക മേധാവി അന്തരിച്ചു എന്ന് മനസ്സിലാവുന്നു. വധിച്ചു. ഇസ്രായേൽ അയാളെ വധിച്ചു. പോരാത്തതിന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇസ്രായേലിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എല്ലാവരും ബങ്കറിലേക്ക് മാറിക്കൊള്ളാൻ പറഞ്ഞിട്ടുണ്ട്. അതോടുകൂടി ഈ വിഷയം ഇറാന്റെ ഒരു അഭിമാന പ്രശ്നമായി മാറിയിരിക്കുകയാണ്. നമുക്കറിയാം, ഈ ഹിസ്ബുള്ള, ഹൂത്തികൾ എല്ലാം ഇറാന്റെ പ്രോക്സികളാണെന്ന് പറഞ്ഞ് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ഒരു ഫൈറ്റ് ഈ ഇടയ്ക്ക് കഴിഞ്ഞത് മാത്രമേ ഉള്ളൂ. അതായത് സൈനിക ബേസുകളെല്ലാം ഇസ്രായേൽ തകർത്ത് തരിപ്പണമാക്കിയിട്ട് തിരിച്ച് വന്നതാണ്. അതേ തുടർന്ന് ഇറാനും ഒരു തിരിച്ചടി ഇസ്രായേലിന് കൊടുത്തു. പിന്നീട് വലിയ കോൺഫ്ലിക്റ്റുകളൊന്നും അവർക്കിടയിൽ ഉണ്ടായിട്ടില്ല. പിന്നെ ഈ ട്രംപ് വന്നതിന് ശേഷമാണ് ആണവ നിലയങ്ങളുമായി ബന്ധപ്പെട്ടതും ആണവ കരാറുകളുമായി ബന്ധപ്പെട്ടുമുള്ള ചർച്ചകളും പല അസ്വാരസ്യങ്ങളും ഉണ്ടാവുകയും ഇറാൻ ഒരു ആണവ ശക്തിയായി മാറുമെന്ന് ഇറാൻ തന്നെ പ്രഖ്യാപിക്കുകയും ട്രംപിന്റെ വാക്കിന് വില കൽപ്പിക്കാതിരിക്കുകയും അവസാനം അമേരിക്ക പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അടി കിട്ടുമെന്ന് പറഞ്ഞു. ഇസ്രായേൽ ഇറാനെ ഇപ്പോൾ ശക്തമായി അടിച്ചിരിക്കുകയാണ്. അവരുടെ സയന്റിസ്റ്റ് മരിച്ചു, അവരുടെ സൈനിക മേധാവി, ഗാർഡ് സൈനിക മേധാവി മരിച്ചു എന്നുള്ള റിപ്പോർട്ട് വരുന്നു. ശക്തമായിട്ടുള്ള തിരിച്ചടി തന്നെ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറയുന്നു. അപ്പോൾ ലോകം ഭയക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇസ്രായേലിനെ തിരിച്ചടിക്കുന്നതിന് മുമ്പ് ഇറാന്റെ അഭിമാന പ്രശ്നമാണ് അമേരിക്കയെ ഇവർക്ക് തിരിച്ചടിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അമേരിക്കയായിട്ട് ഡയറക്റ്റ് ആയിട്ട് ഒരു അറ്റാക്കിന് ഒരിക്കലും ഇറാൻ മുതിരില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അമേരിക്കൻ സൈനിക താവളങ്ങൾ, വ്യോമത്താവളങ്ങൾ, മിഡിൽ ഈസ്റ്റിലുള്ള രാജ്യങ്ങളിലുള്ള സൗദിയിലടക്കമുള്ള വ്യോമത്താവളങ്ങൾ ആക്രമിക്കാൻ ഇറാൻ പദ്ധതിയിടുന്നു എന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് അമേരിക്കയ്ക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള സൂചനകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്ക ഇപ്പോൾ അവിടെ ജാഗ്രതയും സുരക്ഷയും കൂട്ടിയിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോ ഇതൊരു ചെറിയ ഒരു കളിയല്ല, മറിച്ച് ഇറാൻ മധ്യ ഏഷ്യയിലെ സകല രാജ്യങ്ങളെയും, മിഡിൽ ഈസ്റ്റിലെ സകല രാജ്യങ്ങളെയും ഈ യുദ്ധമുഖത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ സൗദിയൊക്കെ ആക്രമിക്കുകയാണെങ്കിൽ സൗദി വെറുതെ ഇരിക്കില്ല. ഇറാന്റെ പിറകെ ഒരു വലിയ ടീം അണിനിരക്കും, ഇസ്രായേലിന് പിറകെ ഒരു ടീം അണിനിരക്കും. എന്തായാലും എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ഇസ്രായേലിന് ഇപ്പോൾ ആ പഴയ ഒരു പിന്തുണ ഉണ്ടോ ഇറാനെ ആക്രമിക്കുമ്പോൾ? കാരണം ചുമ്മാ ഇരുന്ന ഇറാനെയാണ് ഇപ്പോൾ ഇസ്രായേൽ ആക്രമിച്ചിരിക്കുന്നത് എന്നുള്ളൊരു നറേറ്റീവ് പല ഭാഗത്തും പടരുന്നുണ്ട്. ഇവിടെ സുഡാപ്പികളെ കാര്യമല്ല പറയുന്നത്, ഞാൻ പറയുന്നത് സ്വാഭാവികമായിട്ടൊരു നറേറ്റീവ് പടരുന്നു. ദേശീയ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാലും അങ്ങനെ പടരുന്നുണ്ട്. വലിയ പ്രകോപനമൊന്നും ഇല്ലാതെ ഒരു അറ്റാക്ക് നടത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. നേരത്തെ ഇറാനെ ഇസ്രായേൽ ആക്രമിച്ചപ്പോൾ എല്ലാവരും കൈമേയി മറന്ന് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തതാണ്. കാരണം ഹിസ്ബുള്ളയും ഹൂത്തികളും ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തുന്നു, അവരുടെ അതിഭീകരമായിട്ടുള്ള ശല്യം ഇസ്രായേലിന് സഹിക്കാൻ പറ്റുന്നില്ല, അവരെ ഫണ്ട് ചെയ്യുന്നത് ഇറാനാണ്, അതുകൊണ്ട് ഇറാനിലേക്ക് ഒരു അടി അനിവാര്യമാണ് എന്ന് നമ്മളെല്ലാവരും പറഞ്ഞു. പക്ഷെ ഇപ്പോഴത്തെ അറ്റാക്ക് അങ്ങനെയാണോ? ഇത് എന്തായി തീരും? ഒരു വലിയ യുദ്ധത്തിലേക്ക് പോകുമോ? വീണ്ടും ഒരു പോർമുഖം, റഷ്യ, യുക്രൈൻ, ഇന്ത്യ, പാകിസ്ഥാൻ, ചൈന, തായ്വാൻ, പിന്നെ അമേരിക്കയും മറ്റുള്ള രാജ്യങ്ങളും, ഇപ്പോ ജർമ്മനി, പോളണ്ട്, ഫ്രാൻസ്, യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം റഷ്യയുമായിട്ട് യുദ്ധത്തിന് തയ്യാറെടുക്കുന്നു. അതിന്റെ ഇടയിൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും ഇപ്പൊ തകർന്ന് തരിപ്പണമാവുമോ എന്നുള്ള ചോദ്യമാണ് ഉന്നയിക്കാനുള്ളത്. കാരണം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ ബ്രന്റ് ക്രൂഡ് ഓയിൽ വില 2% ഉയർന്നു കഴിഞ്ഞു. എന്താവും അവസ്ഥ? ഇന്നലെ നമ്മൾ വളരെ കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇറാനെ ഇസ്രായേൽ ആക്രമിക്കാൻ നീളില്ല, ഏത് നിമിഷവും അതുണ്ടാകും, 1-2 ദിവസത്തിനുള്ളിൽ ആക്രമിക്കുന്നു, കൃത്യമായി തന്നെ നമ്മളത് പറഞ്ഞു. പറയാൻ കാരണം, ഈ ഇറാൻ ഒരു ആക്രമണം, മിസൈൽ അറ്റാക്ക് ഇസ്രായേലിൽ നേർക്ക് നടക്കുകയും ഇസ്രായേല് വന്നിട്ട് ഒരു പേരിന് ഒരു ആക്രമണം തിരിച്ചടി നൽകുകയൊക്കെ ചെയ്തൊരു സംഭവം നമുക്കറിയാം. അന്നേ നമ്മൾ പറഞ്ഞിരുന്നു ഇത് താൽക്കാലികം മാത്രമാണ്. കാരണം ഇന്നലെ ഇസ്രായേല് ഈ ആക്രമണം തുടങ്ങുന്നതിനെ കുറിച്ച് ഇസ്രായേൽ പറയുന്നത്, ഞങ്ങളുടെ വരും തലമുറയ്ക്കും ഞങ്ങളുടെ കുട്ടികൾക്കുമൊക്കെ സുരക്ഷിതമായി ജീവിക്കണമെങ്കിൽ ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ തകരേണ്ടതായിട്ടുണ്ട്. കാരണം ഇറാൻ അവരുടെ അണുബോംബിന്റെ നിർമ്മാണം അത് 80% പൂർത്തിയാക്കിയിരിക്കുന്നു. ഇനി 20% കൂടെ പൂർത്തിയാക്കിയാൽ മേഖലയിലെ ആണവായുധമുള്ള രാജ്യമായി അത് മാറും. ഇസ്രായേലിനാണെങ്കിൽ ആണവായുധങ്ങൾ ഇല്ല, നിലവിൽ ഇല്ല, ഒഫീഷ്യലി ഇല്ല. എന്നാൽ ഇറാൻ പറയുന്നത് രഹസ്യമായി ഇസ്രായേലും ആണവായുധങ്ങൾ നിർമ്മിക്കുന്നുണ്ട് എന്നാണ്. ആയിരിക്കാം, പക്ഷെ ഒഫീഷ്യലി ഇല്ല, ഇറാനും ഒഫീഷ്യലി ഇല്ല. ഇതാണ് കാരണമായി പറയുന്നത്. പക്ഷേ അവരുടെ ആക്രമണം ഇന്നലെ 13 ഇടങ്ങളിലായിരുന്നു. ടെഹ്റാനിലടക്കം ഒരേ രീതിയിൽ ആക്രമണം ഉണ്ടായി. അതിലെ ഈ ആണവ നിലയങ്ങൾ മാത്രമല്ല, സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചു. അവരുടെ അവരുടെ ഇസ്ലാമിക റവല്യൂഷണറി ഗാർഡിന്റെ തലവനെ, കമാൻഡറെ തന്നെ വധിച്ചു. അതൊക്കെ ഇറാനെ സംബന്ധിച്ച് അതൊക്കെ വലിയൊരു വിഷയം തന്നെയാണ്.
ഇവിടെ രണ്ട് രീതിയിലുള്ള യുദ്ധമാണ്. ഇപ്പൊ പാശ്ചാത്യ മാധ്യമങ്ങളെല്ലാം പറയുന്ന ഒരു കാര്യം, ഇത് നീണ്ടുപോകും, ഇത് പെട്ടെന്ന് അവസാനിക്കില്ല, പെട്ടെന്ന് അവസാനിപ്പിക്കാൻ കഴിയില്ല ഇത്. കാരണം ഇത് മുൻപ് നടന്ന പോലെ ഒരു അടിയോ തിരിച്ചടിയോ ഇല്ല. മുൻപ് നമ്മൾ കണ്ടതാണ്, ഇറാൻ കുറച്ച് മിസൈലുകൾ അങ്ങോട്ടേക്ക് വിടുന്നു, ഇസ്രയേൽ അതിന് പകരമായി ചില ഇടങ്ങളിൽ വന്നിട്ട് ഒരു അറ്റാക്ക് നടത്തിയിട്ട് പോകുന്നു, ഇറാന്റെ ഭാഗത്ത് തിരിച്ചടി ഉണ്ടല്ലോ. അതൊരു ഒരു അഡ്ജസ്റ്റ്മെന്റ് പോലെ നമുക്കത് തോന്നിയിരുന്നു. കാരണം ഒരടി, അതിന് പകരം ഇസ്രായേലിലെ ജനങ്ങൾക്ക് ഒരു ആത്മവിശ്വാസം നൽകാമെന്നതിന് വേണ്ടിയിട്ട് ഒരു തിരിച്ചടി, അത്രയും നമ്മൾ കരുതിയിരുന്നുള്ളൂ. എങ്കിൽ ഇത് അങ്ങനെയല്ല. കാരണം അവരുടെ പ്രധാനപ്പെട്ട രണ്ട് ആണവ ശാസ്ത്രജ്ഞന്മാർ കൊല്ലപ്പെട്ടു, സൈനിക മേധാവി കൊല്ലപ്പെടുന്നു, ഒപ്പം തന്നെ ഈ പറയുന്ന അവരുടെ ആണവ കേന്ദ്രങ്ങൾ തന്നെയാണ് തകർത്തിരിക്കുന്നത്. മറ്റേത് ആണവ കേന്ദ്രങ്ങളായിരുന്നില്ല, അതിന്റെ ഈ ആണവ കേന്ദ്രങ്ങളോട് അനുബന്ധിച്ച് വരുന്ന മറ്റ് ഇടങ്ങളായിരുന്നു. അതായത് ഇതിന് ആണവ കേന്ദ്രം എന്ന് പറയുമ്പോൾ ഒരു സ്ഥലത്ത് മാത്രമായിട്ട് ആയിരിക്കില്ലല്ലോ, അതിന്റെ ഓരോ ഭാഗങ്ങൾ ഓരോ ഭാഗത്തേക്കായിരിക്കും. യുറേനിയം സമ്പുഷ്ടീകരണത്തിന്റെ ഒരു പ്ലാന്റ് വേറെ ആയിരിക്കാം, പിന്നെ അതിന്റെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്ലാന്റ് വേറെ ആയിരിക്കാം, അതിന്റെ ലാബുകളാണ് സാധാരണ അന്ന് പറഞ്ഞത്, ലാബുകളാണ് അറ്റാക്ക് ചെയ്തതെന്നാണ് പറയുന്നത്. ഈ പരീക്ഷണത്തിന്റെ ഒക്കെ ഉള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്ന ലാബുകൾ. അപ്പോ ഇപ്പോഴതല്ല സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ ഇറാനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ അഭിമാനമായിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് അവരുടെ ആണവ നയം, ഇല്ലെങ്കിൽ ആണവ പദ്ധതി എന്ന് പറഞ്ഞാൽ. കാരണം ഇറാൻ എപ്പോഴും പറയുന്നത് ഞങ്ങൾ വലിയ ഊർജ്ജ പ്രതിസന്ധിയിലാണ്. അത് സത്യവുമാണ്, വലിയ ഊർജ്ജ പ്രതിസന്ധി ഉള്ള ഒരു രാജ്യമാണ് ഇറാൻ. അപ്പോൾ മിക്കവാറും ഒക്കെ പവർ കട്ടും ഒക്കെ ഉള്ള ഒരു രാജ്യം കൂടിയാണത്. അപ്പൊ ആ ഊർജ്ജ പ്രതിസന്ധിയെ ഞങ്ങൾക്ക് മറികടക്കണമെങ്കിൽ ഞങ്ങൾക്ക് ആണവ കേന്ദ്രങ്ങൾ ഉണ്ടായേ പറ്റൂ എന്നവര് അടിക്കടി പറയുന്ന ഒരു കാര്യമാണ്. അതൊരു ന്യായമായ കാര്യമാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. പക്ഷെ അതിന് വേറൊരു വശം കൂടി ഉണ്ട് ഈ ആണവ കേന്ദ്രങ്ങൾക്ക്. അത് ഭാവിയിൽ അത് ആയുധമാക്കി മാറ്റാം. അപ്പം ഇവിടെയാണ് ഈ ഒരു അറ്റാക്ക് നടന്നിരിക്കുന്നത്. പക്ഷെ ഇത് രണ്ട് രീതിയിലാണ് ലോകത്തെ വലയ്ക്കാൻ പോകുന്നത്. ഒന്ന്, ഇസ്രായേൽ ഇറാൻ സംഘർഷം മൂർച്ഛിക്കുകയാണെങ്കിൽ അത് മിഡിൽ ഈസ്റ്റിലേക്ക് കൂടി വ്യാപിക്കും. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ സൗദിയിൽ അടക്കമുണ്ട്. ഇതിനു നേരെ ഇറാൻ ആക്രമിക്കാതിരിക്കില്ല. കാരണം ഇറാനെ സംബന്ധിച്ച് അവരുടെ ജനങ്ങളുടെ വിശ്വാസം ആർജിക്കേണ്ടതും അവർക്ക് ധൈര്യം പകരുന്നതുമായ എന്തെങ്കിലും ഒരു നീക്കം നടത്തണം. വെറുതെ കുറെ മിസൈലുകൾ എടുത്ത് ഇസ്രായേലിൽ നിന്നൊക്കെ വിട്ടിട്ട് അവരെ സംബന്ധിച്ച് ഒന്നും നേടാനില്ല. പകരം അവർക്ക് മർമ്മപ്രധാനമായ ഭാഗത്ത് ഒരു നീക്കമെങ്കിലും നടത്തിയാൽ മാത്രമേ അവിടെ അവരുടെ ഒരു, പ്രത്യേകിച്ച് ഖമേനിയുടെ ഒക്കെ ഒരു നേതൃത്വത്തിൽ കുറെ ഒരു സൂപ്പർ പവറിലേക്ക് എത്താൻ സാധ്യതയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം അമേരിക്ക ഈ ഇറാഖിലും ബാക്കി ഉള്ള മിഡിൽ ഈസ്റ്റിലുള്ള രാജ്യങ്ങളിൽ നിന്നുമൊക്കെ അവരുടെ ഉദ്യോഗസ്ഥന്മാരോട് മടങ്ങി വരാൻ ആവശ്യപ്പെട്ടിരുന്നു. സൈനിക താവളങ്ങൾ അവിടെ നീക്കം ചെയ്യുന്നുള്ള വാർത്ത നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ നൽകിയിരുന്നു. അത് ഇതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ്. അപ്പോൾ ഇസ്രായേലിലേക്ക് മാത്രം ഈ അടി ഒതുങ്ങില്ല, ഇവിടെ ചില നയതന്ത്രപരമായ യുദ്ധങ്ങൾ കൂടി നടക്കും. അതാണ് ഞാൻ കൗതുകത്തോടെ നോക്കുന്ന ഒരു കാര്യം. ഒന്ന്, ഇന്ത്യ തന്നെയാണ്. ഇന്ത്യയെ സംബന്ധിച്ച് ഇസ്രായേൽ നമ്മുടെ അടുത്ത സുഹൃത്താണ്, ഇറാനും നമ്മുടെ സുഹൃത്താണ്. ഈ രണ്ട് രാജ്യങ്ങൾ സുഹൃത്താണ്. ഇതിന്റെ ഇടയിൽ കിടക്കുന്ന മിഡിൽ ഈസ്റ്റിലെ അറബ് കൺട്രീസ് അല്ലെങ്കിൽ ഗൾഫ് കൺട്രീസുകളുമായിട്ടും നമ്മൾ അടുത്ത സൗഹൃദമാണ്. അതായത് ഇതിനകത്ത് ആരെ കൊള്ളും ആരെ തള്ളും എന്ന് പറയാൻ കഴിയില്ല. പക്ഷെ ഇവിടെ നമ്മൾ നിർണായകമായ ഒരു ചുവടുവയ്പ്, അത് എന്ത് ചെയ്യും ആ സാഹചര്യത്തിൽ എന്നുള്ള ചോദ്യത്തിന് നരേന്ദ്രമോദി കൃത്യമായും വ്യക്തമായും ഒരു മറുപടി നൽകിയിട്ടുണ്ട്. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, റഷ്യ ഉക്രൈൻ യുദ്ധം നടന്നപ്പോൾ അമേരിക്ക റഷ്യക്കെതിരെ ഉപരോധം പ്രഖ്യാപിച്ചു. നമ്മൾ അമേരിക്കയുടെ സൗഹൃദമുള്ള രാജ്യമാണ്, പക്ഷെ നമ്മൾ റഷ്യയുടെ എണ്ണ വാങ്ങി. ഇതാണ് നമ്മുടെ ഒരു നയം എല്ലാ കാലത്തും. അതായത് നമുക്ക് വേണ്ടത് നമ്മൾ ചെയ്യും. അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞൊരു കാര്യം, എന്റെ രാജ്യത്തിന് ഗുണപ്പെടുന്നത് ഞാൻ ചെയ്യും. കാരണം അന്ന് റഷ്യയിൽ നിന്ന് വില കുറഞ്ഞ എണ്ണ കിട്ടി, ഞാൻ അവിടെ നിന്ന് വാങ്ങിയാൽ അതെനിക്ക് ഉപരോധവും അമേരിക്കയുടെ ഒപ്പം നിൽക്കുക എന്നുള്ളതല്ല എന്റെ പണി എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞതുപോലെ ഒരു പക്ഷേ ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ ഇസ്രായേലിന്റെ ഒപ്പം നിൽക്കുകയും പകരം ഇറാനെ തള്ളാതിരിക്കുകയും ചെയ്യുന്നൊരു നിലപാടായിരിക്കും ഇന്ത്യയുടേത്. കാരണം നമ്മളെ സംബന്ധിച്ച് ഇറാനിൽ നമ്മൾ വലിയ രീതിയിൽ മുതൽ മുടക്കിയിട്ടുള്ള ഒരു രാജ്യം കൂടിയാണ്. ചബാർ തുറമുഖം മാത്രമല്ല, നമ്മളവിടുന്ന് ക്രൂഡ് ഓയിൽ അടക്കം ഇപ്പോൾ അതിന്റെ ഇറക്കുമതി കൂട്ടിയിട്ടുണ്ട്. നമ്മൾ അവിടുന്ന് ഒരു ഈ പാചകവാതകത്തിന്റെ ഒരു വലിയ ഡീൽ അവരുമായിട്ട് നമുക്കുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവരുമായിട്ട് ഉണ്ട് നിലവിൽ. എന്നാൽ ഇസ്രായേൽ നമ്മുടെ ഏറ്റവും അടുത്ത ചങ്കെന്നൊക്കെ പറയുന്ന ഒരു സംഭവമാണ് അവിടെ നിൽക്കുന്നത്. ഇനി പെട്ടുപോകുന്ന ഒരു രാജ്യമുണ്ട്, തുർക്കിയാണിത്. തുർക്കി നാറ്റോ സഖ്യത്തിന്റെ ഭാഗമാണ്. ഇസ്രായേലിനെതിരെ പറയുമോ ഇറാനെ സഹായിക്കുമോ എന്നുള്ളതാണ് പ്രധാന ചോദ്യം. കാരണം തുർക്കിയാണല്ലോ ഈ ലോക ഇസ്ലാമിക രാജ്യങ്ങളുടെ എന്താണ് തലവനായിട്ട് വരാൻ ആഗ്രഹിക്കുന്നത്, ഖലീഫയായിട്ട് വരാൻ ആഗ്രഹിക്കുന്ന ആളാണ് എർദോഗൻ. നമ്മൾ കണ്ടതാണ് പാകിസ്ഥാനിലൊക്കെ പോയി പുള്ളിയിട്ടത്. ഇനി ഇവിടെ എന്താണ് അദ്ദേഹത്തിന്റെ നിലപാടെന്ന് അറിയാൻ വലിയ കൗതുകമുണ്ട്. കാരണം ഈ അമേരിക്ക ഉൾപ്പെടുന്ന നാറ്റോ സഖ്യത്തെ തള്ളിക്കൊണ്ട് ഇറാന് അദ്ദേഹം പിന്തുണ കൊടുക്കുമോ, അതോ ഈ നാറ്റോ സഖ്യത്തിനൊപ്പം നിൽക്കുമോ? എനിക്ക് തോന്നുന്നത് അദ്ദേഹം നിശബ്ദത പാലിക്കാനുള്ള സാധ്യതയാണ് വളരെ കൂടുതൽ. ഒരുപക്ഷെ രഹസ്യമായിട്ട് എങ്ങാനും ഇറാന് വല്ല ആയുധം എത്തിച്ചെങ്കിലായി, ഇല്ലെങ്കിൽ സിറിയയിലൊക്കെ കിടക്കുന്ന ഈ പറയുന്ന ഇറാന്റെ പ്രോക്സികൾക്ക് എത്തിക്കാൻ എളുപ്പമാണ്. അങ്ങനെ എന്തെങ്കിലും എത്തിക്കാൻ നടക്കും, അദ്ദേഹത്തെ കൊണ്ട് നടക്കും. അതെങ്ങാനും മറ്റവന്മാർ അറിയുകയാണെങ്കിൽ ഇസ്രായേൽ അടുത്ത ബോംബ് കൊണ്ട് തുർക്കിയുടെ തലക്ക് ഇട്ടിട്ട് പോവുകയും ചെയ്യും. അപ്പൊ ഇതാണ് അവിടുത്തെ ഒരു അവസ്ഥ. ഇനി മിഡിൽ ഈസ്റ്റിലേക്ക് വന്നാൽ അവര് ഒരു വല്ലാത്ത അവസ്ഥയിലാണ്. കാരണം അവരെ സംബന്ധിച്ച് ഇപ്പൊ ഇറാൻ അവരുടെ ഒരു
ക്ലോസ് ഫ്രണ്ട് ഒന്നും അല്ല. കാരണം ഇറാൻ അവിടുത്തെ ഒരു വലിയ തലവേദനയാണ് അവരെ സംബന്ധിച്ച്. കാരണം ഇതിന് മുമ്പുള്ള വാറുകൾ, പ്രത്യേകിച്ച് സൗദി അറേബ്യക്കൊക്കെ ഇവരെ നല്ല ഭയമുണ്ട്. കാരണം ഈ ഹൂത്തികൾ ഇടയ്ക്കിടയ്ക്കൊക്കെ സൗദിയൊക്കെ അറ്റാക്ക് ചെയ്യുന്നവരുമാണ്. മുമ്പ് ഒന്നാം ട്രംപ് ഇരുന്ന സമയത്ത് ഇവര് ഈ സൗദിയുടെ എണ്ണപ്പാടങ്ങൾക്ക് കൊണ്ട് ആക്രമിച്ചു, മിസൈൽ ഇട്ടായിരുന്നു. മിസൈലിട്ട് അദ്ദേഹം കത്തുകയൊക്കെ ചെയ്തു. അന്ന് ട്രംപാണ് അത് റെഡിയാക്കി എടുത്തത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അവർക്കും ഒരു വലിയ ഭയമുണ്ട്. അപ്പൊ അവരും പ്രത്യക്ഷത്തിൽ, ഖത്തർ ഒഴിച്ച് ബാക്കിയുള്ള രാജ്യങ്ങളൊന്നും പ്രത്യക്ഷത്തിൽ ഇറാനെ സപ്പോർട്ട് ചെയ്യാൻ സാധ്യതയില്ല. പക്ഷെ ഇവിടെ വേറൊരു കഥയുണ്ട് ധനുഷീനകത്ത്. അതായത് ഇവർ തമ്മിലൊരു കരാറുണ്ട്. അതായത് ഇസ്രയേൽ ഇതിനകത്ത് ഏതെങ്കിലും ഒരു രാജ്യത്തെ അറ്റാക്ക് ചെയ്താൽ നമ്മളെല്ലാം ഒറ്റക്കെട്ടായി നിൽക്കണമെന്നൊരു കരാറുണ്ട്. അവിടെയാണ് അതിന്റെ രസം. അമേരിക്കയാണെങ്കിൽ ഓക്കെ, നോ പ്രോബ്ലം. ഇസ്രയേൽ ജൂതന്മാർ അവരാക്രമിച്ചാൽ നമ്മളെല്ലാം ഒറ്റക്കെട്ടാണ്. അത് ഇറാഖും ഇറാനും സൗദിയും എല്ലാം ഒറ്റക്കെട്ടായിട്ട് നിൽക്കണമെന്ന് ഈ രാജ്യങ്ങളുടെ ഇടയിൽ ഒരു കരാറുള്ളതാണ്. ബാക്കി ആരുമായിട്ടും കുഴപ്പമില്ല. ഇപ്പൊ ഇന്ത്യ ആയിട്ടാണെങ്കിലും കുഴപ്പമില്ല. അതിനകത്ത് പകുതി രാജ്യങ്ങൾ ഇന്ത്യയോടെ നിൽക്കും, ഇല്ലെങ്കിൽ അവരുടെ കൂടെ നിൽക്കും. അമേരിക്ക ആണെങ്കിലും അവർക്ക് പ്രശ്നമില്ല. ഇങ്ങനെ ഒരു ഇതുണ്ട്. അതെങ്ങനെയാണ് അതിജീവിക്കാൻ കഴിയുക എന്നുള്ളത് കൗതുകകരമായ കാര്യമാണ്. ഇനി അടുത്ത ഒരു ഭാഗം എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് റഷ്യയിലേക്ക് പോകേണ്ടതായി വരും. റഷ്യയുടെ നിലപാട് ഇതിൽ നിർണായകമാണ്. കാരണം റഷ്യയെ സംബന്ധിച്ച് കിട്ടിയിരിക്കുന്ന നല്ല സുവർണ അവസരമാണ്. കാരണം എന്താണെന്നറിയാമോ? റഷ്യ ഇപ്പോൾ ടാർഗറ്റ് ചെയ്യുന്നത് ഈ യൂറോപ്യൻ രാജ്യങ്ങളാണ്, പാശ്ചാത്യ രാജ്യങ്ങളെയാണ്. ഈ ഒരു ഗ്യാപ്പിൽ ഇറാൻ വഴി റഷ്യക്ക് ആ ദൗത്യം പൂർത്തിയാക്കാൻ വേണമെങ്കിൽ സാധിക്കുന്ന കാര്യവുമാണ്. അതായത് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതല്ല, അമേരിക്കയുടെ തന്ത്രപ്രധാന മേഖലകൾ, അതായത് അമേരിക്കയുടെ എന്ന് പറയുമ്പോൾ അമേരിക്കയുടെ സൈനിക താവളങ്ങളുണ്ട് കടലിലും കരയിലും മിഡിൽ ഈസ്റ്റിലുള്ള കാര്യമാണ് ഞാനീ പറയുന്നത്, അല്ലെങ്കിൽ മറ്റിടങ്ങളിലുള്ള കാര്യം. അവിടത്തേക്ക് ആക്രമിക്കാനുള്ള എല്ലാ സഹായവും ഇറാന് ഈ റഷ്യ ചെയ്തു കൊടുത്തേക്കാം. കാരണം റഷ്യയുടെ ഒരു സ്വപ്നം അതോടുകൂടി പൂവണിയും. കാരണം ചുളിവിൽ കാര്യം നടക്കും എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയ രസകരമായ കാര്യം. ഇതാണ് ഈ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്നത്. ഇവിടെ ചൈനയുമായിട്ട് ഈ അടുത്ത സമയത്ത് ഇറാൻ ചില ഡീൽസിന് ശ്രമിച്ചിരുന്നു. അപ്പൊ ചൈനയുടെ ആ റോളും നിർണായകമാണ്. പിന്നെ ഇത് പാകിസ്ഥാനിൽ എന്ത് ചലനം സൃഷ്ടിക്കുമെന്ന് ചോദിച്ചാൽ വലിയ ചലനം സൃഷ്ടിക്കാൻ യാതൊരു സാധ്യതയുമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിന്നെ ഒരു സൈഡിൽ ഇസ്രായേൽ നിൽക്കുന്നത് കൊണ്ട് ഒരു പ്രതിഷേധം നടത്തും. കാരണം ഈ ഇറാന്റെ കേസിൽ ഈ മുസ്ലിം രാജ്യങ്ങൾക്കിടയിൽ രണ്ട് അഭിപ്രായം. കാരണം അവർ ഷിയകളാണ്, ബാക്കിയുള്ളവർ സുന്നികളാണ്. അതിന്റെ ഒരു വേറെ കൃത്യം എല്ലായിടത്തും ഉണ്ട്. നമ്മുടെ ഇപ്പൊ ഈ കേരളത്തിൽ നമുക്ക് അതിന്റെ വ്യത്യാസം നമുക്ക് അറിയില്ല. നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ അത്തരം പള്ളികളിൽ പോലും വേറെ ആരും പോവുകയോ ഇല്ലെങ്കിൽ ആ ഒരു ഭാഗത്തേക്ക് പോവുക, അവരുടെ ചടങ്ങുകളിൽ പങ്കെടുക്കുകയോ ഒന്നും ചെയ്യും. നമുക്കത് കൃത്യമായി തന്നെ അറിയാം. കൃത്യമായി തന്നെ ഇവർ ഏത് വിഭാഗമാണ് എന്ന് നമുക്ക് അറിയാൻ കഴിയും. അപ്പോ അങ്ങനൊരു ഇതുണ്ട്. കാരണം നമ്മൾ ഇതിനു മുമ്പും കണ്ടതാണ്, ഇറാനെതിരെയൊക്കെ ഉള്ള പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ പാകിസ്ഥാനിൽ അത് വലിയ ചലനം സൃഷ്ടിക്കാറില്ല. പക്ഷെ ഷിയ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്താറുണ്ട്. സ്വാഭാവികമായി തന്നെ പാകിസ്ഥാനിൽ ഈ ഷിയ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തും. ഒരുപക്ഷെ ഇസ്രായേൽ ആയതുകൊണ്ട് തന്നെ മറ്റ് ഭീകര മതമൗലികവാദി സംഘടനകൾ രംഗത്തെത്തും. ഇതിന് ഇന്ത്യയിലെ സോഷ്യൽ ഇതില് ലൈഫിൽ എന്താണ്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ എന്താണ് ചലനം സൃഷ്ടിക്കുക എന്ന് ചോദിച്ചാൽ, പതുപോലെ സുഡാപ്പികൾ ഒരു ഭാഗത്തേക്ക് മാറി നിൽക്കുകയും ഇസ്രായേലിനും ജൂതനുമെതിരെ തെരുവിളി തുടരുകയും ചെയ്യും. സൈബർ സംഖ്യകൾ ഇപ്പുറത്ത് അതിനുള്ള മറുപടി നൽകിക്കൊണ്ട് മുൻപോട്ട് പോവുകയും ചെയ്യും. ഇതാണ് കേരളത്തിൽ നടക്കാൻ പോകുന്ന ഒരു സംഭവം. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ അവിടെയും ഇവിടെയുമൊക്കെ പാലസ്തീൻ പ്രക്ഷോഭം അല്ലെങ്കിൽ പാലസ്തീൻ ഐക്യദാർഢ്യം, ജമാഅത്ത് ഇസ്ലാമി, SDPI, പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രോക്സികൾ ഇവരൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ചെറുതായിട്ടും വലുതായിട്ടുമൊക്കെ. ഈ അടുത്ത സമയത്ത് ടാറ്റയെ വരെ ബഹിഷ്കരിക്കാൻ ആഹ്വാനം നൽകിക്കൊണ്ടാണ് ജമാഅത്ത് ഇസ്ലാമി രംഗത്തെത്തിയത്. അപ്പോൾ അത്തരം സംഘടനകൾ ഈ ഒരു സാഹചര്യം മുതലെടുത്തുകൊണ്ട് പലയിടത്തും പാലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കാനുള്ള സാധ്യതകൾ ഉണ്ട്. അത് സംഘർഷത്തിലേക്ക് തീരും എന്നുള്ള കാര്യം സംശയമില്ല. കാരണം അത്തരം ഐക്യദാർഢ്യ സമ്മേളനങ്ങൾ മുമ്പ് നടത്തിയപ്പോൾ എന്താണ് സംഭവിച്ചത് നമ്മൾ കണ്ടതാണ്. നമ്മുടെ CPIയുടെ നേതാവ് ആനിരാജയൊക്കെ ചവിട്ടിക്കൂട്ടി പോലീസ് ദില്ലിയിലിട്ട്. അവർ പറഞ്ഞത് ഇത്രയും വർഷത്തെ രാഷ്ട്രീയ ജീവിതത്തിനിടയിൽ എനിക്ക് ഇതുപോലൊരു ചവിട്ടും തൊഴിയും കിട്ടിയിട്ടില്ലെന്നാ പറഞ്ഞത്. അത് വലിച്ച് കീറുകയാണ്. അവർ പറഞ്ഞിട്ട് കേൾക്കാതെ വലിച്ചു കീറുക. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായി തന്നെ ഈ ഒരു സംഭവത്തിലേ ചേട്ടാ, എനിക്കൊരു പ്രധാനപ്പെട്ട ഒരു ഡൗട്ട് ഉള്ളത്, ഈ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ഈ സംഘർഷം മൂർച്ഛിക്കുമ്പോൾ ഈ ഇറാന്റെ തിരിച്ചടി ഇനി ഏത് തരത്തിലായിരിക്കും? എല്ലാ തിരിച്ചടികളും ചേട്ടൻ കൃത്യമായിട്ട് പ്രവചിക്കുന്നതാണല്ലോ. അതായത് അന്ന് ഇസ്രായേലിന്റെ കേസിലും എനിക്കറിയാം, ഇസ്രായേൽ ഒരു റോക്കറ്റ് അങ്ങോട്ട് വിടും, ഇറാൻ ഒരെണ്ണം ഇങ്ങോട്ട് വിടും, കാര്യം കഴിയും. അന്ന് കാര്യം കഴിഞ്ഞു. അതുപോലെ ഇനി ഇറാന്റെ ഇതൊരു യുദ്ധമായി മാറും എന്നുള്ള കാര്യത്തിൽ തർക്കമല്ല. അപ്പൊ ഇറാൻ എന്ന് പറഞ്ഞാൽ ഇസ്രായേലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ദുർബലമായിട്ടുള്ള രാജ്യമാണ്. അവർക്ക് സൈനിക ശക്തിയുണ്ട്, പക്ഷേ വ്യോമ
വ്യോമയാന മേഖലയിലൊക്കെ അവർ ഭയങ്കര പോറാണ്. പോരാത്തതിന് ഈ നാവിക മേഖലയിലും അവർ വളരെ പോറാണ്. അപ്പൊ ഇസ്രായേലിനാണെങ്കിൽ പെട്ടെന്ന് വന്ന് ഈ വിമാനത്തിൽ വന്ന് ചറപറാന്ന് ബോംബിട്ടിട്ട് പോകാൻ സാധിക്കുകയും ചെയ്യും. ഇവർക്കാണെങ്കിൽ അതിനുള്ള കപ്പാസിറ്റി ഇല്ല. അപ്പൊ ഇസ്രായേലിനെ ഇനി എങ്ങനെയായിരിക്കും അപ്പോ ഇറാൻ തിരിച്ചടിക്കുക? എന്താണ് അവർക്ക്? ഞാനതിൽ സാധ്യതയൊന്നും കാണുന്നില്ല. ഇറാൻ ഇസ്രായേലുമായിട്ട് മുട്ടിയാൽ പൊളിഞ്ഞടുങ്ങി പോകും എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണോ? ഒരിക്കലും അല്ല. നമ്മൾ കരുതുന്നത് അല്ല. പോലെ വളരെ ദുർബലമായ രാജ്യമല്ല ഇറാൻ. അങ്ങനെ ഉം. ആയിരുന്നുണ്ടെങ്കിൽ അവര് ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട ഏരിയയിലേക്ക് ഒന്നും രണ്ടും മിസൈൽ അല്ല അവർ വിട്ടത്. ആയിരക്കണക്കിന് മിസൈലാണ്, 100 കണക്കിന് മിസൈൽ എന്നാണ് ഇസ്രായേലി മീഡിയ സെന്റർ റിപ്പോർട്ട് ചെയ്തിരുന്നത്. അതിൽ ഉം. ചിലതൊക്കെ ഉം. വീഴേണ്ടടുത്ത് വീഴുകയും ചെയ്തു. അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഇസ്രായേലിന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അവിടെ ഷെൽട്ടറിലേക്ക് പോകാൻ പറഞ്ഞിരിക്കുന്നു. ഭക്ഷണം, മരുന്ന് നിങ്ങൾ കരുതാൻ പറഞ്ഞിരിക്കുന്നു. കാരണം ഉം. ഇസ്രായേൽ നന്നായി അതിനൊരു ജാഗ്രത പാലിക്കുന്നുണ്ട്. കാരണം ഇറാൻ നമ്മൾ വിചാരിക്കുന്നത് ചെറിയൊരു പുള്ളിയല്ല. ഗൾഫ് മിഡിൽ ഉം. ഈസ്റ്റിലെ ഒരു വമ്പൻ ശക്തി തന്നെയാണ്. അവർക്ക് സാമ്പത്തികമില്ല, അല്ലെങ്കിൽ അവർക്ക് സാമ്പത്തികമില്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ മോഡേൺ വെപ്പൺസിലേക്കോ അല്ലെങ്കിൽ അത് വാങ്ങാനുള്ള ശേഷിയോ അവർക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അവർക്ക് തിരിച്ചടിക്കാനുള്ള നല്ല കപ്പാസിറ്റി ഉണ്ട്. ഇല്ലെങ്കിൽ പിന്നെ അവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ട കാര്യമില്ല. എന്തായാലും ഉം. അതിനുള്ള ആയുധങ്ങളും അവരുടെ പക്കലുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇത്രയുമൊക്കെ മിസൈൽ അറ്റാക്ക് അവിടെ നടത്തിയതാണ്. ചറപറ എന്നാണ് അവർ അന്ന് മിസൈൽ അറ്റാക്ക്. അതായത് അതിൽ നിന്ന് തന്നെ എന്ത് വ്യക്തമാകുന്നുണ്ട്? ഇറാനിൽ നിന്ന് അവർക്ക് ഇസ്രായേലിലേക്ക് അടിക്കാൻ പറ്റുന്നുണ്ടെന്ന് മനസ്സിലായില്ലേ? അപ്പൊ അവർ അതെ. ചെറിയ പുള്ളികളല്ല. ഇറാനും ഇസ്രായേലും തമ്മിൽ കിടക്കുന്ന ദൂരം എത്ര കിലോമീറ്റർ ആണ് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇവിടെ നിന്ന് അവിടെ അടിക്കാനുള്ള കപ്പാസിറ്റി അവർക്കുണ്ട്. അപ്പൊ അതിനെ നമ്മൾ ഉം. ചെറുതാക്കി കാണാൻ കഴിയില്ല. പക്ഷെ ഇവര് ആ ഒരു മേഖല മാത്രമായിരിക്കില്ല കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഉം. ഇവരുടെ തന്നെ അനവധി ഈ മതമൗലിക ഭീകരവാദ സംഘടനകളുണ്ട് ലോകമെമ്പാടും. അത് ഉണ്ടാക്കാൻ ഉം. പോകുന്ന ഉം. പൊല്ലാപ്പുകളായിരിക്കും ഏറ്റവും വലിയ പൊല്ലാപ്പുകൾ. അതായത് ഉം. വരും ദിനങ്ങളിൽ ഒരുപക്ഷെ പലയിടത്തെയും അല്ലെങ്കിൽ ഈ ഇസ്രായേൽ എംബസികൾക്ക് നേരെ ആക്രമണം ഉണ്ടാകാം, ഇല്ലെങ്കിൽ ആൾക്കൂട്ടത്തിനിടയ്ക്ക് ട്രക്കുകളും മറ്റും ഇടിച്ചു കയറ്റാം, അല്ലെങ്കിൽ ഉം. കത്തിക്കുത്തുണ്ടാകാം. ഇത് കൂടാതെ കടലിലെ ഇപ്പം ഈ ഇറാന് വലിയ വാർഷിപ്പുകളോ കാര്യങ്ങളോ ഒന്നും ആധുനികമായിട്ടുള്ള ഇതൊന്നും ഇല്ല എങ്കിൽ പോലും കടലിൽ ഇവർക്ക് ഒരുപാട് തലവേദന അമേരിക്കയ്ക്കും സംഘത്തിനും ചെയ്യാൻ കഴിയും. കാരണം ഈ ട്രേഡിംഗ് നടക്കുന്ന ചെങ്കടലടക്കം ഉള്ളടങ്ങളിലെ ഈ ഹൂത്തികൾ നടത്തുന്ന ആക്രമണം നമ്മൾ കണ്ടതാണ്. ഇതിനൊപ്പം ഇറാൻ ഉം. കൂടി ഉം. ഉം. പരസ്യമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് വെച്ചാൽ അവിടെ വലിയ നാശമുണ്ടാകും എന്നുള്ളതല്ല, വലിയൊരു യെസ്. ട്രേഡിങ് അവിടെ ബ്ലോക്ക് ആകും. അവിടെ അതുവഴിയുള്ള എല്ലാ ട്രേഡിങ്ങും ബ്ലോക്ക് ആകും. അതുവഴിയുള്ള ട്രേഡിംഗ് ഉം. ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകാൻ പോകുന്നത് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്ക് തന്നെയാണ്. ഈ എണ്ണയും മറ്റുള്ള സാധനങ്ങളും അതിന്റെ ഒരു മൂവ്മെന്റ് അവിടെ ബ്ലോക്ക് ആകും. പക്ഷെ ആ മൂവ്മെന്റ് ബ്ലോക്ക് ആകുമ്പോൾ മറ്റൊരു കാര്യം കൂടെ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മളെയും ബാധിക്കുമത്. കാരണം ആഗോളതലത്തിൽ എണ്ണയ്ക്ക് വലിയ രീതിയിൽ വില കൂടും. ഇല്ലേലും ഒരു അതെ. യുദ്ധം ഉണ്ടാകുമ്പോൾ ആദ്യം വില കൂടുന്ന സാധനം എണ്ണയാണ്. അപ്പൊ അത് ബ്ലോക്ക് ആക്കാൻ ഇറാന് കഴിയും. അതൊരു നിസ്സാരപ്പെട്ട ഉം. കാര്യമല്ല. അത് മാത്രവുമല്ല, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ജാഗ്രതയോടെ നിൽക്കേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മുടെ ഇവിടെയും ഈ ഇസ്രായേലിലേക്ക് അല്ലെങ്കിൽ ജൂതന്മാർക്ക് അനവധി സ്ഥാപനങ്ങളുള്ള ഒരു രാജ്യം കൂടിയാണ്. സ്കൂളുണ്ട്, അവരുടെ ദേവാലയങ്ങളുണ്ട്, അതുപോലെ തന്നെ അവരുടെ എംബസി ഉണ്ട്, അവരുടെ സ്ഥാപനങ്ങൾ പോലും നമ്മുടെ ഈ രാജ്യത്ത് ഉണ്ട്, അനവധിയുണ്ട്. അപ്പോ ഗുജറാത്തിലും മഹാരാഷ്ട്രയിലൊക്കെ അവർക്ക് സ്കൂളും വലിയ സ്ഥാപനങ്ങൾ തന്നെ ഉണ്ട് അവർക്ക്. അപ്പൊ ഇതെല്ലാം നമ്മളെ ബാധിക്കും. അപ്പൊ ഈ ലോകത്തെമ്പാടും ഇത്തരത്തിലുള്ള ഒരു വലിയ അറ്റാക്കിനൊരു സാധ്യതകൾ വളരെ കൂടുതലാണ്. ഒപ്പം തന്നെ ഈ യുദ്ധത്തിലേക്ക് ഇറാൻ മറ്റു പലരെ കൂടി ഇടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. സ്വാഭാവികമായി തന്നെ ഇറാഖിലെ സൈനിക താവളം മാത്രമല്ല, അമേരിക്കയുടെ ഒപ്പം നിൽക്കുന്നു എന്ന് കാണുന്ന മറ്റ് അറബ് കൺട്രീസിന് നേരെയും ചിലപ്പോൾ അറ്റാക്കുകൾ ഉണ്ടായെന്നിരിക്കാം. ഓക്കെ. അതുകൊണ്ടാണല്ലോ ഇപ്പൊ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ട ഒരു സാഹചര്യം എന്തുകൊണ്ടാണ് ഇസ്രായേലിലേക്ക് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉം. അതിനർത്ഥം അവര് ഇറാന്റെ ഒരു ശക്തമായ തിരിച്ചടി പ്രതീക്ഷിക്കുന്നത് കൊണ്ടാണ്. നേരെ മറിച്ച് വേറെ ഏതെങ്കിലും ഒരു രാജ്യമായിരുന്നെങ്കിൽ അവർ അത്രയും ഒരു തയ്യാറെടുപ്പ് നടത്തില്ലായിരുന്നു. കാരണം ഇറാനെ സംബന്ധിച്ച് പറഞ്ഞാൽ അവർ ശക്തമായ ഒരു രാജ്യം തന്നെയാണ്. പക്ഷെ അവർക്ക് ധനുഷ് പറഞ്ഞത് കണക്ക് ഇസ്രായേലിന്റെ അത്രയും ടെക്നോളജിയോ ഇല്ലെങ്കിൽ എന്താണ് പറയുന്നത്, ഈ വ്യോമ സംവിധാനങ്ങളോ ഒന്നും അവർക്കില്ല. ഷിപ്പും വളരെ കുറവാണ്. പക്ഷെ ഇവർക്ക് ഈ അത്താഴം മുടക്കാൻ കഴിയും. പ്രത്യേകിച്ച് ഈ ട്രേഡിങ്, പ്രത്യേകിച്ച് ഈ ഉം. ഉം. അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ട്രേഡിങ് അവർക്ക് മുടക്കാൻ കഴിയും. കാരണം കടലിൽ അവർക്ക് ഉറപ്പായും അവർക്ക് ഇങ്ങനത്തെ ഒരു പ്രവൃത്തി ചെയ്യാൻ കഴിയും. നമുക്കറിയാം, ഈ ഹൂത്തികളുടെ ആക്രമണം ഉണ്ടായതിനു ശേഷം ഇപ്പൊ മിക്കവാറും കപ്പലുകൾ എത്ര കിലോമീറ്റർ ചുറ്റിത്തിരിഞ്ഞാണ് ഇവിടെ എത്തുന്നത്. അതുവഴിയുള്ള യാത്രകൾ തന്നെ പല രാജ്യങ്ങളും കപ്പൽച്ചാലുകളും നിർത്തിയില്ലേ. അതുകൂടാതെ ഇപ്പൊ പുതിയതായിട്ട് വന്ന വാർത്ത എന്താണ്? എല്ലാ രാജ്യങ്ങളും അവരുടെ വിമാന സർവീസ് നിർത്തിവെച്ചിരിക്കുകയാണ്. യുദ്ധം ഇങ്ങനെ തുടരുകയാണ് എന്നുണ്ടെങ്കിൽ വിമാന കമ്പനികൾ അല്ലെങ്കിൽ ആ വിമാന കമ്പനികൾ ഉള്ള രാജ്യങ്ങൾക്ക് വഹിക്കേണ്ടി വരുന്ന നഷ്ടം എത്രയാകുമെന്ന് നമ്മൾ ചിന്തിക്കാൻ കഴിയുമോ? അതായത് ഈ വ്യോമപാത, അതായത് ഇറാന്റെയോ ഇസ്രായേലിന്റെയോ ഒക്കെ വ്യോമപാതകളിലൂടെ കടന്നു പോകേണ്ട അനവധി വിമാനങ്ങളുണ്ട്. നമുക്കുമുണ്ട്, അവർക്കുമുണ്ട്, ലോകത്തിനെമ്പാടുമുണ്ട്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് വലിയ പ്രയാസകരമായിരിക്കും. ഇതിന്റെ ഒരു എക്സാമ്പിൾ നമ്മൾ കണ്ടതാണ്. ധനുഷിന് ഓർമ്മ കാണും, ഗൾഫ് വാർ. ആ ഗൾഫ് വാർ സമയത്ത് എന്തായിരുന്നു സാഹചര്യം? ഇപ്പൊ അതിനേക്കാൾ കുറച്ചുകൂടി മാറിയിരിക്കുന്നു. ഇതിനകത്ത് ഒരുപാട് അതെ. രാജ്യങ്ങൾ വരും ധനുഷ്.
പൊളിഞ്ഞും തെളിഞ്ഞും ഒക്കെ യെസ്. ഇതിനകത്ത് ഒരുപാട് രാജ്യങ്ങൾ വരും. ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ധർമ്മസങ്കടത്തിൽ നിൽക്കുന്ന ഒരു രാജ്യം നമ്മളായിരിക്കും. എനിക്ക് തോന്നുന്നു ഇതിനെ ഒരു താരതമ്യം ചെയ്യാൻ എനിക്ക് തോന്നുന്നു മഹാഭാരതത്തില് ശ്രീകൃഷ്ണന്റെ അടുത്ത് സഹായം ചോദിച്ചു ചെന്ന രണ്ടുപേരെയാണ്. ഒരിടത്ത് അർജുനും മറ്റിടത്ത് ദുര്യോധനും. ആ കൃഷ്ണന്റെ ആ ചോദ്യം തന്നെ ആയിരിക്കും ഒരു പക്ഷേ മോദി ചോദിക്കുക, അല്ലെങ്കിൽ മനസ്സിലെങ്കിലും ചോദിക്കുമായിരിക്കും അങ്ങനെ എന്ന് കരുതുന്നു. ഓക്കെ. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. താങ്ക് യു ബിജു ചേട്ടാ.